ബദാം മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് നമുക്ക് ബദാം മിൽക്ക് പൗഡർ നമുക്ക് റെഡിമെയ്ഡായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി വയ്ക്കാം. ഈ പ്രീ മിക്സ് ചെയ്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ടൊരു 1/4 കപ്പ് ബദാമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാം കണക്കിൽ ഇത് 50 ഗ്രാം ബദാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ മോയ്സ്ചറൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, നമുക്ക് ഒരു 3-4 ഏലക്കയുടെ സീഡ് മാത്രം എടുത്ത് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു പിഞ്ച് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. പഞ്ചസാര ചേർക്കാതെയാണ് നമ്മളിപ്പോൾ ഇത് പൊടിച്ച് വയ്ക്കുന്നത്. ഇനി ചേർത്ത് പൊടിച്ച് വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും പൊടിച്ച് വെക്കാം. ഇത് ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ മധുരം കഴിക്കാൻ പാടില്ലാത്തവർക്കും ഇതിങ്ങനെ കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലായിട്ട് മധുരം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതേ രീതിയിൽ ഇതൊന്ന് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വീണ്ടും മിക്സി നിർത്തി വീണ്ടും ഇത് പൊടിക്കാം. അല്ലെങ്കിൽ ലെഫ്റ്റ് ബട്ടൺ തിരിച്ചു കൊടുത്തിട്ട് അങ്ങനെ വേണം ഇത് പൊടിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഇതിന്ന് ഇങ്ങനെ ഓയിൽ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് നിർത്തി വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കതുപോലെ എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലേക്ക് ഇത് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ബദാം മിൽക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പ്രീമിക്സ് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ബദാം മിൽക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ബ്രെയിൻ വളർച്ചയ്ക്കും ഓർമ്മശക്തിക്കും എല്ലാം ഒരുപാട് നല്ലതാണ്. ഒരുപാട് കാൽസ്യവും അയണും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. വിറ്റാമിൻ എയും വിറ്റാമിൻ ഡി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ബദാമിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടുന്നതാണ്. രാത്രിയിൽ ആഹാരമൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു ഗ്ലാസ് ബദാം മിൽക്ക് കുടിച്ചിട്ട് പോവുകയാണെങ്കിൽ നല്ല ഉറക്കവും കിട്ടും. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ പ്രായമായ ആളുകൾക്ക്, അതായത് നമുക്ക് മറവിയൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മറവിയൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളതാണ് ബദാമിൽ. എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി കുടിക്കൂ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ ഉള്ളവരായിരിക്കട്ടെ. അതുപോലെ ഈ മഴ സമയത്തൊക്കെ ചൂട് പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ബദാം മിൽക്ക് നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത് ബദാം മിൽക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി ഒന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ പുറത്തോ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. അത് തീരുമ്പോൾ വീണ്ടും തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.